ഇപ്പം നേരായി കേട്ടോ. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയും എപ്പോഴും. കഴിഞ്ഞില്ലേ ചോദിച്ചിട്ട്. എന്താ അത് കഴിയാത്ത? കുറേ നേരമായല്ലോ, പെണ്ണ് കാണാൻ പോകുന്നില്ലല്ലോ. ഹലോ ഗൈസ്, ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോൾ നിങ്ങളും കൂടെ കൊണ്ടുപോകണമല്ലോ. ഈ മന്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ 6 മണി മുതൽ 7 മണി വരെയുള്ള ടൈമാണ്. കാരണം ഈ സമയത്ത് റോഡിലൊന്നും ഇപ്പം അധികം റഷ് കാണാറില്ല. അറിയാലോ എന്തായിരിക്കും എന്നുള്ളത്. ചെറുവണ്ണൂർ ടൗണാണിത്. ഇപ്പോഴും ഏറ്റവും ബ്ലോക്ക് കാണുന്ന ഏരിയ ആണിത്. ഞങ്ങളിപ്പോൾ പോകുന്നത് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ തന്നെയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അഗിയേട്ടൻ്റെ പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ മോള് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം, ഒരുമിച്ചൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫുഡ് കഴിക്കാൻ മാക്സിമം ടൗണ് വരെ പോവാറുള്ളൂ. പക്ഷേ ഇത് ടൗണിൽ നിന്നും പോവണം കേട്ടോ. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കാരപ്പറമ്പിലേക്കാണ്. ഇപ്പോൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള റസോയി. ഇതൊരു ചെറിയ ഷോപ്പാണ് കേട്ടോ. റീൽസിൽ കണ്ട് ട്രൈ ചെയ്യാൻ പോകുന്ന മിക്ക ഹോട്ടൽസും ഫുഡും ഫ്ലോപ്പ് ആവാറുണ്ട്. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ചെറിയൊരു കടയാണ്. അതുകൊണ്ട് കുറച്ച് പേര് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് റഷ് ഫീൽ ചെയ്യും നമുക്ക്. അങ്ങനെ ഞങ്ങളും സീറ്റൊക്കെ ഒപ്പിച്ചു. അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്തു. ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെൻഷനാണ്. പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഓരോ ഐറ്റം അത് അടിപൊളി തന്നെയാണ്. ഇത് പാൽപ്പുട്ടും കാന്താരി ചിക്കനും ഒരു കോംബോ ആണ്. അടുത്തതായിട്ട് ബ്രെഡും ചിക്കൻ സ്റ്റൂവും ബീഫ് സ്റ്റൂവും ചിക്കൻ സ്റ്റൂവും ചാർജ് ചെയ്യുന്നത് 99 റുപ്പീസാണ്. ബാക്കിയുള്ളതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും ഞാൻ പറഞ്ഞു തരാം. പാൽപ്പുട്ട് പേര് പോലെ തന്നെ നല്ല മധുരമുള്ള ഒരു പുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായി വരുന്ന കാന്താരി ചിക്കനാണ്. കാന്താരി ചിക്കൻ്റെ ഗ്രേവിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബ്രെഡും ബീഫ് സ്റ്റൂവും ഇതും അതെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വീണ്ടും അതിൻ്റെയൊക്കെ ടേസ്റ്റ് വായിൽ വരുന്നുണ്ട്. വായിൽ വെള്ളം ഊറുക പറയില്ലേ, അതേപോലെയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഒന്നും കൂടെ അവിടെ പോയിട്ട് കഴിക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അവിടുത്തെ. അടുത്തായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പട്ടോരിയും ബീഫ് വിന്താലുമാണ് കേട്ടോ. അതും അതെ ഒരു വേറെ ഇട്ട ടേസ്റ്റ് തന്നെയാണ്. അവസാനമായി ഒരു നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും കൂടെ വാങ്ങിച്ച് ഞങ്ങളുടെ പരിപാടി തീർത്തു. നമ്മൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് മേടിക്കുമ്പോൾ അതിൻ്റെ ഗ്രേവീസിനെയൊക്കെ ഒരേ ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുന്ന് മേടിച്ച ഓരോ ഐറ്റത്തിനെയും അതിൻ്റേതായ ടേസ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറഞ്ഞ റേറ്റിന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫുഡ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.